പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി പങ്കെടുക്കുന്നത് ലോകസഭാ സെക്രട്ടേറിയറ്റിന് കീഴിലുള്ള പാർലമെന്ററി റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത യുവ പ്രാസംഗക കുമാരി ശ്രേയ സുരേഷ് നായർ. സ്റ്റുഡിയോയിൽ ഒപ്പം മനേഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക്, ഈ യുവ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ നടന്ന ലോക സർവമത പാർലമെന്റിൽ ഒരു യുവ സന്യാസി ഇന്ത്യയെ അടയാളപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ജന്മദിനമാണെന്ന്. ആ ജന്മദിനം ദേശീയ യുവജന ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഇന്നും നമ്മുടെ സ്റ്റുഡിയോയിൽ ഒരു പാർലമെന്റിൽ പ്രസംഗത്തിലൂടെ ശ്രദ്ധേയായ ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. ശ്രേയ സുരേഷ് നായർ, സ്വാഗതം. ഒരു പ്രസംഗം കൊണ്ട് ഒരു ജീവിതം അടയാളപ്പെടുത്തിയ ഒരാളുടെ ദിനത്തിൽ പ്രസംഗം കൊണ്ട് ഇപ്പോൾ വൈറലായി നിൽക്കുന്ന ഒരാളോട് സംസാരിക്കുകയാണ്. എന്ത് തോന്നുന്നു? വളരെ ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. വൺ ഓഫ് എ കൈൻഡ്. ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല. കാരണം പരിപാടിക്ക് വിളിച്ചു പോകണം, സ്പീച്ച് പറയണം എന്നതുവരെ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പെർഫോം ചെയ്യുക, ഇറങ്ങുക, വീട്ടിൽ പോവുക, ഡൽഹി പറ്റുമെങ്കിൽ കാണുക എന്നുള്ളതായിരുന്നു അജണ്ട. പക്ഷേ എന്താ പറയാ, ഗോഡ് ഹാസ് ബിൻ കൈൻഡ് ആൻഡ് അത് എക്സ്പെക്ട് ചെയ്യാത്ത കുറെ കാര്യങ്ങൾ തിരിച്ച് റിട്ടേൺ ആയിട്ട് കിട്ടി. ഡൽഹിയിൽ ചെല്ലുന്നു, കേരളത്തിൽ നിന്ന് പങ്കെടുക്കുന്ന ഏക വ്യക്തിയായിട്ടാണ് ചെല്ലുന്നത്. എങ്ങനെയായിരുന്നു ആ യാത്ര? ഇത് എവിടെ നിന്നാണ് തുടങ്ങിയത്? ഞാൻ ആദ്യമായിട്ട് നാഷണൽ യൂത്ത് പാർലമെന്റ് എന്ന് പറയുന്ന കോമ്പറ്റീഷനിൽ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിൽ എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റേറ്റിൽ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് 6th കിട്ടിയുള്ളൂ. അപ്പം അന്ന് ഞാൻ വളരെയധികം വിഷമത്തോടെയാണ് തിരിച്ച് വീട്ടിൽ പോയത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഡിസംബറിലാണ് എനിക്ക് മിനിസ്ട്രി ഓഫ് യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സിന്റെ സൈഡിൽ നിന്ന് കോൾ വരുന്നത്. ഇതുപോലെ ഒരു സ്പീച്ച് ഉണ്ട്, പറയണം എന്ന് പറഞ്ഞിട്ട്. പാർലമെന്റിൽ പോകാമെന്ന് കേട്ടപ്പോൾ തന്നെ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം അതിനുവേണ്ടി പ്രിപ്പറേഷനും കാര്യങ്ങളും തുടങ്ങി. പിന്നെ ഡൽഹിയിലെത്തി. ആദ്യത്തെ 2 ദിവസമൊക്കെ ഇത് കണക്ക് ഒന്ന് കറങ്ങിയൊക്കെ നടന്ന്, എന്നിട്ട് സെക്കൻഡ് ഡേ ആണ് പാർലമെന്റിൽ പോവാനും അവിടുത്തെ എല്ലാം കാണാനും പറ്റിയത്. ഇതുപോലെ സ്പീച്ച് വന്നായിരുന്നു. 4 മിനിറ്റാണ് കിട്ടിയ സമയം. ആ 4 മിനിറ്റിനകത്ത് എത്രയും ഗംഭീരനായ ഒരു മനുഷ്യന്റെ ജീവിത ചിത്രം വരച്ചിടുക എന്ന് പറയുന്ന വളരെ ഗംഭീരമായ ഒരു സാഹസം എന്നൊക്കെ തന്നെ പറയാവുന്ന ഒരു പ്രവൃത്തി. അത് ഏറ്റെടുക്കുമ്പോൾ ടോപ്പിക്ക് കിട്ടി കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു അതിനെ സമീപിച്ചത്? ആദ്യം തന്നെ ഞാൻ ചെയ്തത്, അടൽജി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരുടെയും മനസ്സിലോടി വരുന്നത് പുള്ളിക്കാരൻ്റെ ഒരു ഒറേഷൻ ആണ്. അപ്പം ഞാൻ ഡെഫിനറ്റ്ലി യൂട്യൂബിൽ പറ്റുന്ന അത്രയും സ്പീച്ചസ് കാണാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വായിച്ചു തുടങ്ങി എന്തൊക്കെയാണ് അടൽജി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നും അതിന് മുന്നേയും ശേഷവും എല്ലാം വായിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായി ഇതെല്ലാം കൂടെ 4 മിനിറ്റിൽ ഒതുക്കുക എന്ന് പറയുന്നത് ഒട്ടുമേ പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഞാൻ ഇത് കണക്ക് ഇന്ന് നമ്മുടെ വികസിത ഭാരതവുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇന്ന് നമ്മൾ വളരെ റെലവെന്റ് ആയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഇന്നും പുഷ് ചെയ്യുന്ന സ്കീംസ് ഏതൊക്കെയാന്ന് നോക്കി അങ്ങനെ കുറച്ചൊക്കെ ഫിൽറ്റർ ചെയ്തിട്ടാണ് ടോപ്പിക് സെലക്ട് ചെയ്ത് സ്പീച്ച് ഫൈനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരെ വന്ന ആദ്യം യശസ്വരനായ അടൽ ബിഹാരി വാജ്പേയി UN നടത്തിയ പ്രസംഗത്തിലെ വരികൾ പറഞ്ഞുകൊണ്ടാണ് ഗംഭീരമായി തുടങ്ങുന്നത്. അതിനുശേഷമാണ് തന്റെ ഇൻട്രൊഡക്ഷൻ പോലും ശ്രേയ നടത്തുന്നത്. അത്തരം തെരഞ്ഞെടുപ്പുകൾ, ആ ഹിന്ദിയിലെ സ്പീച്ച്, അത് ശ്രേയ സ്പീച്ചിൽ പറയുന്നുണ്ട്. ഹിന്ദിയിൽ UN ആദ്യം സംസാരിച്ചയാളാ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടാണ് ശ്രേയ അത് പറഞ്ഞു തുടങ്ങുന്നത്. അത്തരത്തിൽ ഹിന്ദിയിൽ തന്നെ തുടങ്ങാം. അത്തരം ഒരു പ്ലാനിങ് ആ 4 മിനിറ്റിന് എങ്ങനെയായിരുന്നു ചെയ്തത്? പ്ലാനിങ് ചെയ്തത് ഞാൻ ഡെഫിനറ്റ്ലി മുന്നേ പോയിട്ടുണ്ടായിരുന്ന കുറെ സ്പീക്കേഴ്സിന്റെ ഒരു ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു. മുന്നേ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്ത അൻഷിക പോൾ എന്ന് പറയുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയുടെ സ്പീച്ചും ഈ ഒരു സ്റ്റൈലായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ബോറോ ചെയ്തതാണ്. പിന്നെ അടൽജിയെ പറ്റി സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ വാക്കുകളെക്കാൾ അടൽജിയുടെ ആ ഒരു സ്റ്റൈലിൽ നിന്ന് തുടങ്ങുന്നതാണ് എപ്പോഴും അതിന്റെ ശരിയായിട്ടുള്ള രീതി എന്നായിരുന്നു എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പെർട്ടിക്കുലർ ബിഗിനിങ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടങ്ങുക മാത്രമല്ല, തുടക്കത്തിലും ഇടയ്ക്കും ഒടുക്കത്തിലും എല്ലാം അദ്ദേഹത്തിന്റെ വരികളെ എടുത്ത്, പ്രത്യേകിച്ച് വേദങ്ങൾ പോലെ സൗമ്യവും ഗംഗ പോലെ തീക്ഷ്ണവുമായിട്ടുള്ള ആയിരിക്കും എന്നുള്ള വരികളൊക്കെ കൃത്യമായ ഹിന്ദി വരികൾ എനിക്ക് പറഞ്ഞ് അറിയാത്തതുകൊണ്ടാണ് മലയാളത്തിൽ ഞാനത് അവതരിപ്പിച്ചത് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായ ഇടവേളകളിൽ അദ്ദേഹത്തെ ഉദ്ധരിക്കുകയും അത് അങ്ങനെ ഏറ്റവും ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന വരികൾ ആയി ഉദ്ധരിക്കുകയും അങ്ങനെ ഇവിടെ കേട്ടിരുന്ന ആൾക്കാരെ എല്ലാവരെയും കൈയെടുക്കുകയും ചെയ്ത ഒരു കാര്യമായിരുന്നു. എങ്ങനെയായിരുന്നു ഈ വരികൾ, അദ്ദേഹത്തിന്റെ കവിതകൾ ഒക്കെ എടുക്കാം എന്നൊക്കെ തീരുമാനിക്കുന്നത്? കാരണം ഇതൊരു ചെറിയ സമയത്തിനകത്താണല്ലോ ഇതെല്ലാം ചെയ്യേണ്ടത്. ഡെഫിനറ്റ്ലി എൻ്റെ ആഗ്രഹമായിരുന്നു നമ്മൾ പോളിസീസിനെ പറ്റി സംസാരിക്കുന്നത് പോലെ തന്നെ ആൾക്കാർക്ക് റിലേറ്റബിൾ ആയിരിക്കണം. കാരണം പോളിസീസിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോഴും അച്ചീവ്മെന്റ്സിനെ പറ്റി സംസാരിക്കുമ്പോഴും ആ ടൈം ലിമിറ്റിൽ നമ്മൾ വളരെ കൺസ്ട്രെയിൻഡ് ആണ്. അപ്പോൾ ആൾക്കാരിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ ആ ഒരു ഒറേഷൻ സ്റ്റൈലിൽ അത് നമുക്ക് വേറൊരിടത്ത് നോക്കേണ്ട ആവശ്യമില്ല. അടൽജിയുടെ സ്റ്റൈല് തന്നെ അതേപോലെ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞതൊന്നും ഒരിക്കലും അത്രയും ഭംഗിയായിട്ടുണ്ടായിട്ടില്ല. പക്ഷേ അത് മാക്സിമം അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതൊരു അറ്റംപ്റ്റ് എന്നതേ പറയാൻ പറ്റൂ. ഗ്രാം സഡക് യോജന, സർവശിക്ഷാ അഭിയാൻ,
അല്ലെങ്കിൽ പൊഖ്രാനിലെ ഇവന്റ്, ഇതെല്ലാം ശ്രേയയുടേതായ രീതിയിൽ, അതായത് വർഷങ്ങൾക്ക് മുമ്പേ നടന്ന കാര്യം, ഡെക്കേഡ്സിന് മുന്നേ നടന്ന ഒരു കാര്യം ഏറ്റവും പുതിയ തലമുറയിൽ നിന്നുള്ള ഒരാൾ അതിനെ വീക്ഷിച്ചുകൊണ്ട് പുതിയൊരു തലമുറയ്ക്ക് അല്ലെങ്കിൽ പുതിയൊരു ഭാരതത്തിന് വേണ്ടിയിട്ട് അവതരിപ്പിക്കുകയാണ്. അത് എത്രമാത്രം ഉൾക്കൊണ്ടു? ഇപ്പം അടൽജിയെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും സിൻസ് ഹീസ് എ ലീഡർ, ഞാനൊക്കെ ജനിക്കുന്നതിന് വളരെ മുന്നേ ആണ് അടൽജിയുടെ ആ ഒരു എറ ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അടൽജിയെ പറ്റി അധികം എനിക്കും അത്രത്തോളം അറിയത്തില്ലായിരുന്നു. വായിച്ചപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നതെല്ലാം തന്നെ ഇതിന്റെയൊക്കെ കണ്ടിന്യൂവേഷൻ ആണ്. അത് എന്ന് പറയുന്നത് വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ഇന്ന് നമ്മൾ കാണുന്ന പല കാര്യങ്ങളും, ഇപ്പം വികസിത് ഭാരത് ആയിക്കോട്ടെ, ആത്മനിർഭർ ഭാരത് ആയിക്കോട്ടെ, മേക്ക് ഇൻ ഇന്ത്യ, ഇതുപോലത്തെ എല്ലാ പോളിസീസിന്റെയും ആ ഒരു സ്പാർക്ക് എന്ന് പറയുന്നത് ട്രൂലി അടൽജിയാണ്. അതെ, ആ വിഷൻ തുടങ്ങുന്നത് അടൽജിയിൽ നിന്ന് തന്നെയാണ്. ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റിയിലൂടെ അതെനിക്ക് അറിയാൻ പറ്റി, പഠിക്കാൻ പറ്റി എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. ഓക്കെ, നമുക്ക് തുടർന്ന് സംസാരിക്കാം. അതിനുമുമ്പ് ഒരു പാട്ട് കേട്ടാലോ? ഏത് പാട്ട് കേൾക്കും? കണ്ണോട് കണ്ണായിടാം എന്ന് പറയുന്ന പാട്ട് കേൾക്കാം. ഓക്കെ, ജോബ് കുര്യന്റെ ആൽബത്തിൽ നിന്നുള്ള ഒരു പാട്ടാണ് आओगे जब तुम ഫ്രം ദ മൂവി ജബ് വി മെറ്റ്. ഓക്കെ, അപ്പോൾ ഹിന്ദിയിലൊക്കെ പ്രസംഗിച്ചിട്ട് വന്ന് ഡൽഹിയെ കറങ്ങി വന്നിട്ട് നമുക്കൊരു ഹിന്ദി പാട്ടിൽ തന്നെ തുടങ്ങാം അല്ലേ? നമുക്ക് പാട്ട് കേൾക്കാം. യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്തു, ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു ക്ഷണം വരുന്നത്, ഒട്ടും പ്രതീക്ഷിക്കാതെ. ഈ ഒരു ചാൻസ് അടുത്ത വർഷമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ആയിരിക്കുമല്ലോ അടുത്തൊരു കോൾ വരുന്നത്. അതെങ്ങനെയായിരുന്നു? സ്വന്തമായിട്ട് എടുത്തത് പ്രാങ്ക് ആണെന്നല്ലോ വിചാരിച്ചു? ഞാനൊരു റീഡിംഗ് റൂമിൽ പോകുന്നുണ്ട്. അപ്പം ഞാൻ റീഡിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി വണ്ടി കയറുന്നതിന് തൊട്ട് മുന്നെയാണ് ഈ കോൾ വരുന്നത്. ഞാൻ പൊതുവേ അറിയാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നാൽ എടുക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷെ എന്തോ അന്ന് തോന്നി എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ ആ കോൾ എടുത്തു. വളരെ ബ്രീഫായിട്ടാണ് എൻ്റെ അടുത്ത് ഇതുപോലെ അവർ സംസാരിച്ചിട്ട് പറഞ്ഞു, ഇതാണ് കാര്യം, പരിപാടി ഇത്രാം തീയതിയാണ്. ഞാൻ ആ റോഡിൽ ഒരു 5 സെക്കൻഡ് ഞാനിങ്ങനെ, ഇതൊക്കെ ആക്ച്വലി നടക്കുന്ന കാര്യമാണോ? കാരണം ഇതിന് മുന്നത്തെ പ്രാവശ്യം അംബേദ്കറിന്റെ ജയന്തിക്കും അതേപോലെ മഹാത്മാഗാന്ധിയുടെ അതുപോലത്തെ ഒരു ഇവന്റിന് ഒക്ടോബറിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് റിസർവ് ലിസ്റ്റിലായിരുന്നു എൻ്റെ പേര്. അന്ന് പോവേണ്ടവർ പോകാൻ പറ്റിയില്ല എങ്കിലാണ് എനിക്ക് ചാൻസ് ഉണ്ടായിരുന്നത്. അപ്പം അന്ന് ഞാൻ ഇതണക്ക് ഇനിയിപ്പോൾ അവർ പോയില്ലെങ്കിൽ ഞാൻ പോയാലോ എന്ന് പറഞ്ഞ് ഞാൻ കുറച്ചധികം എക്സ്പെക്ട് ചെയ്തിരുന്നു. അതെന്റെ ഭാഗത്തുള്ള തെറ്റാണെന്നാൽ പോലും ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. അപ്പം അന്ന് കിട്ടാതെ ആയപ്പോഴത്തേക്കും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിനെപ്പറ്റിയൊക്കെ മറന്നിരിക്കും. അപ്പൊ ഇവര് വിളിച്ചപ്പോൾ എനിക്ക് ആദ്യം ഒരു ഇതെന്തിനാ വിളിച്ചത്, എന്താ കാര്യം എന്ന് എനിക്കൊരു ഇത്തിരി നേരം എടുത്തു ഒന്ന് ശരിയായി വരാൻ വേണ്ടി. പിന്നെ ഐ വാസ് വെരി ഹാപ്പി, വെരി വെരി ഹാപ്പി. കാരണം യൂത്ത് പാർലമെന്റിൽ പോകാൻ പറ്റാത്ത തന്നെ എനിക്ക് വളരെ അധികം വിഷമമുള്ള കാര്യമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാന്ന് വെച്ചാൽ വെരി വെരി ഹാപ്പി. ഉറപ്പായിട്ടും ആ ഒരു ദിവസം പാർലമെന്റിൽ പ്രസംഗിച്ച ആ ഒരു ദിവസത്തെ എങ്ങനെയാണ് മാർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തതൊന്നുമല്ല ഡൽഹി എനിക്ക് തിരിച്ചു തന്ന. ആ ഒരു 3 ദിവസത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് ദി മോസ്റ്റ് മെമ്മറബിൾ 3 days ഓഫ് മൈ ലൈഫായിട്ട് ഞാൻ കൂട്ടും. കാരണം അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ നമ്മൾ ഒന്ന് പുറത്തൊക്കെ പോകുന്നു, അടുത്ത ദിവസം പരിപാടി, അടുത്ത ദിവസം തിരിച്ചു വരുന്നു എന്ന വളരെ സിമ്പിൾ പ്ലാൻ ആയിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. പക്ഷെ അന്ന് അവിടെ എത്തുമ്പോൾ തന്നെ റൂമിൽ 2 വേറെ കുട്ടികളുണ്ട്. അപ്പോൾ ഇവരുമായിട്ട് പെട്ടെന്ന് തന്നെ ജെല്ല് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ വേറെ പല ഫ്രണ്ട്സിനെ ഉണ്ടാക്കി. അപ്പോൾ അടുത്ത ദിവസം ഞാൻ ഓക്കെ ഒറ്റയ്ക്കാണ്, പുറത്തൊരു സ്ഥലത്താണ്, നമ്മൾ സ്വന്തമായിട്ട് മാനേജ് ചെയ്യണം എന്ന് വിചാരിച്ച സ്ഥലത്ത് ഇറ്റ് വാസ് എന്താ പറയുക, ഒരു ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ടൂർ പോയ അവസ്ഥയായിരുന്നു. അതുകൊണ്ട് രാവിലെ ഇത് കണക്ക് എല്ലാവരും ഒരുമിച്ച് റെഡി ആവുന്നു, എല്ലാവരും ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എൻകറേജ് ചെയ്യുന്നു. ഓക്കെ സ്പീച്ച് പഠിച്ചു, ആ പോയിന്റ് പറയുന്നുണ്ടോ, ഈ പോയിന്റ് പറയുമ്പോൾ ഇങ്ങനെ പറയണം, അങ്ങനെ പറയണം. സോ വി വർ നോട്ട് നെർവസ്. നമുക്ക് ആ ഒരു നെർവസ്നെസ്സോ ഒരു ഓക്കെ നമ്മൾ ലോൺലിയാണ് അങ്ങനെയൊന്നും തോന്നില്ല. നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു, പറയുന്നു, തിരിച്ചു വരുന്നത്. എല്ലാവരും സ്റ്റേജിൽ കയറും പറയുന്നു ഓക്കെ സൂപ്പറായിട്ട് പറഞ്ഞിട്ട് വാ. അപ്പൊ നമ്മൾ പറയുന്ന ഓരോ പോയിന്റിനും നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് ആ ആദ്യത്തെ കയ്യടി ഇവരെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് വളരെ ഒരു ഹോൾസം മൊമെന്റ് ആയിരുന്നു. ഈ വീഡിയോ വളരെ വൈറലായ ഒരു വീഡിയോ കൂടിയാണ്. പൊതുവെ നമുക്ക് മലയാളികൾക്ക് എന്തെങ്കിലും കണ്ടാൽ അത് ആഘോഷിച്ചില്ലെങ്കിൽ, പോസിറ്റീവായിട്ടായാലും നെഗറ്റീവായിട്ടായാലും ആഘോഷിച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനമില്ല. അത്തരത്തിൽ ആഘോഷിക്കപ്പെട്ട ഒരു 4 മിനിറ്റ് പ്രസംഗമാണ് ശ്രേയയുടെ പ്രസംഗം. അത് ഓൺലൈനിൽ ഇത്രമാത്രം ആയിരക്കണക്കിന് പേര് കാണുന്നു, ആയിരക്കണക്കിന് പേര് പോസിറ്റീവായിട്ട് കമന്റ് ഇടുന്നു. അതെങ്ങനെയാണ് എടുക്കുന്നത്? ഞാൻ അന്ന് സ്പീച്ച് പറഞ്ഞു. പിന്നെ അടുത്ത ദിവസം എൻ്റെ മൈൻഡിലെന്ന് വെച്ചാൽ ഇനി എനിക്ക് കുറച്ച് മണിക്കൂറും കൂടി ഡൽഹിയിൽ ബാക്കിയുള്ളൂ. അപ്പം ഞാൻ ഡൽഹി മൊത്തം കറങ്ങി കാണണം. എനിക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ട്, കമ്മലും മാലയൊക്കെ. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് നടക്കുമ്പോഴാണ് ഇതുപോലെ ആരോ ഇത് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 to 3K റേഞ്ചിൽ വ്യൂസ് ഉള്ള ഒരു വീഡിയോ ഇതുപോലെ റീലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ അച്ഛനാണെന്ന് തോന്നുന്നു അയച്ചിരുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഈ വീഡിയോ പലയിടത്തായിട്ട് പലരും ഇങ്ങോട്ട് ഷെയർ ചെയ്ത് തരുന്നു, പലരുടെയും സ്റ്റേറ്റസിൽ കാണുന്നു. പിന്നെ ഇത് ഫേസ്ബുക്കിൽ ഓൾമോസ്റ്റ് 2 million ആയി, ഇൻസ്റ്റയിൽ അബൌട്ട് 1.5 million അടുപ്പിച്ചാവുന്നു. അപ്പോൾ അത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വളരെ അധികമായിരുന്നു. ചിന്തിച്ചതേ ഇല്ല ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ? ഏത് പാട്ട് പറയും? കൺമണി പൂവേ തുടരുന്ന സിനിമയിൽ നിന്ന്. ഓക്കെ, ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരു പാട്ടാണ്. ഹരിനാരായണന്റെ വരികൾ. നമുക്ക് പാട്ട് കേൾക്കാം.
നമ്മൾ ഈ പാട്ടിന് തൊട്ട് പിന്നെ സംസാരിച്ചത് താങ്കളുടെ പ്രസംഗത്തിന്റെ ഓൺലൈൻ വ്യൂസിനെ കുറിച്ചാണ്. അതിൽ വന്ന കമന്റ്സിൽ ചില കമന്റുകൾ എന്ന് പറയുന്നത് പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം, മറ്റ് ചില താരതമ്യങ്ങളുമായിട്ടൊക്കെയാണ്. അത് സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയ എല്ലാ കാലത്തും ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ്. അത്തരം താരതമ്യങ്ങളൊക്കെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കാറുണ്ടോ? ഇല്ല, വൈറലാവുക എന്ന് പറയുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്ത കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഒന്നും മാറുന്നില്ല. കാരണം ഇന്ന് ഞാൻ വൈറലാണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ദിവസം വേറെ പല വീഡിയോസ് വൈറലാണ്. അപ്പൊ അത് ഒട്ടും സ്റ്റെബിലിറ്റി ഇല്ലാത്ത കാര്യം. സന്തോഷമുണ്ട്, ഇത്രയും ആൾക്കാരുടെ ബ്ലെസ്സിങ്സും, കുറെ ആൾക്കാർ കൺഗ്രാറ്റുലേറ്റ് ചെയ്തു, ഇതേപോലെ ഇനിയും സ്പീച്ച് പറയാൻ പറ്റട്ടെ എന്ന് കുറെ ആൾക്കാർ കമന്റ് ചെയ്തു. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ അല്ലാതെ അതിൽ നിന്നും വേറെ ഒന്നുമില്ല. ഇപ്പൊ വാജ്പേയി പോലൊരു വലിയ നേതാവിനെ, അത് ഡെക്കേഡ്സിന് മുന്നേ, നേരത്തെ സൂചിപ്പിച്ചില്ല, ജനിക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു നേതാവിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റി. ഇതുപോലുള്ള ഇന്ത്യൻ ലീഡേഴ്സിനെ എങ്ങനെയാണ് യുവാക്കൾ നോക്കിക്കാണണം എന്ന് ശ്രേയ വിചാരിക്കുന്നത്? നമ്മൾ ഇതുപോലത്തെ ലീഡേഴ്സിനെ നോക്കുമ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. ഇന്നത്തെ യൂത്ത് എന്ന രീതിയിൽ നമ്മൾ അവരുടെ നെഗറ്റീവ്സിൽ അത്ര അധികം ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇറ്റ് ഇസ് എ സ്റ്റോറി ഓഫ് ദ പാസ്റ്റ്. പക്ഷേ വാട്ട് വി ഷുഡ് റിയലി ടേക്ക് ഇൻസ്പിറേഷൻ ഫ്രം ഇസ് അവരെ ചെയ്ത നല്ല കാര്യങ്ങൾ, അവരുടെ വിഷൻ എന്തായിരുന്നു, അവർ ഫൈറ്റ് ചെയ്ത കോസസ് എന്തൊക്കെയാണ്, ഇന്ന് അത് നമുക്ക് റെലവെന്റ് ആണോ, നമുക്ക് ഇതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതേ കോസസിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കുക, അവെയർ ആയിരിക്കുക. നമ്മുടെ സൊസൈറ്റിയിൽ ചുറ്റുമുള്ളതിനെ പറ്റി എത്ര അവെയർ ആവാൻ പറ്റുമോ അത്രയും അവെയർ ആവുക. അത് തന്നെയാണ് നമുക്ക് ആസ് യൂത്ത് ഇന്ന് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ലീഡേഴ്സ് എല്ലാവരും കൂടി അവരുടേതായ രീതിയിൽ പല രീതിയിൽ ചിന്തിച്ചതിന്റെ അവരുടെ കാഴ്ചപ്പാടുകളുടെ ഒരു ആകത്തുകയാണ് ഒരുപക്ഷെ നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിലോട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു, അല്ലെ? അതെ, ആ ഒരു ചിന്ത ഒരുപക്ഷെ ഇന്നത്തെ യൂത്തിന് ഉണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അല്ല എന്നാണ് പൊതുവെ ഉള്ളൊരു ആക്ഷേപം. ഇന്നത്തെ യൂത്ത് വളരെയധികം പൊളിറ്റിക്കലി അവെയർ ആണ്. എല്ലാവരും പറയുന്നുണ്ട് ഇന്ന് നിങ്ങൾക്കൊക്കെ എന്തറിയാം എന്തറിയില്ല. അത് എപ്പോഴും ഉള്ള ഡിബേറ്റ് ആണില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇന്നത്തെ യൂത്ത് വളരെ പൊളിറ്റിക്കലി അവെയർ ആണ്, പൊളിറ്റിക്കലി ആക്റ്റീവ് ആണ്, വളരെ ഒപ്പീനിയനേറ്റഡ് ആണ്. അത് തന്നെയാണ് ദ വേ ഫോർവേഡ്. ഒരു ഉദാഹരണമാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരാൾ, അല്ലെ? ഇപ്പൊ ഇനിയൊരു ദേശീയ അല്ലെങ്കിൽ അന്തർദേശീയ പ്രസംഗ വേദികളിലേക്ക് ഒരു പുഷായിട്ട് ഈ പ്രസംഗം ഫീൽ ചെയ്തിട്ടുണ്ടോ? പുഷ് എന്ന് പറയാൻ അറിയില്ല, അങ്ങനെ അതിനെ വിശേഷിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. ഡെഫിനറ്റ്ലി ഇനി വരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റിയും എല്ലാ കോമ്പറ്റീഷനും അപ്ലൈ ചെയ്യും. അവർ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി സന്തോഷത്തോടെ പോകും. നമുക്ക് ഒരു പാട്ട് കൂടി കേട്ടാലോ? അതെ. ഏത് പാട്ട് കേൾക്കും? ചാൻസ് ഫാരിഷ് എന്ന പാട്ട് കേൾക്കാം. ഈ പാട്ടിന്റെ വിഷ്വൽസ് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് കംപ്ലീറ്റ് ഡെല്ലിയാണ്. അത് കാണുമ്പോഴത്തേക്ക് ഡൽഹി കറക്കമൊക്കെ ഓർമ്മ വരും. അതെ, കുറച്ചൊക്കെ. ശരി, നമുക്ക് തൽക്കാലം ഈ പാട്ട് കേൾപ്പിച്ച് ശ്രോതാക്കളുടെ മനസ്സിൽ കൂടി ഡൽഹി ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇപ്പോൾ ശ്രേയ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തിനിടയിൽ നിന്നാണ് ഈ പ്രസംഗത്തിലേക്ക് പോയത്? ഞാനിപ്പം MA ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ചെയ്യുന്നുണ്ട്. അതിന്റെ വിഷയത്തിലാണ്? ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ്. എന്റെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തന്നെയായിരുന്നു. ഞാൻ അതിന്റെ കൂട്ടത്തിൽ ഗവൺമെന്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതാണ് എന്റെ മെയിൻ ഫോക്കസ്. ഈ പ്രസംഗത്തിന്റെ ഒരു തുടക്കം എവിടെ നിന്നാണ്? വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയോ? അതെ, വളരെ ചെറുപ്പത്തിൽ ഒരു ഫസ്റ്റ് സെക്കൻഡ് ആ ഒരു സമയം തൊട്ട് ഞാൻ ഇതുപോലത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അമ്മയാണ് അതിന്റെ പിന്നിലെ ഏറ്റവും വലിയ ഇത്. കാരണം അമ്മ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എല്ലാത്തിനും അമ്മയാണ് സ്പീച്ച് എഴുതി തരുന്നതും പോം കണ്ടുപിടിക്കുന്നതും, ഈ കവിത പറയണം, ആ പാട്ട്, ഈ ഡാൻസ് എന്നുള്ളതെല്ലാം അമ്മയുടെ ഡിസിഷൻസ് ആയിരുന്നു. പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് അമ്മയ്ക്ക് വളരെ നിർബന്ധമായിരുന്നു. ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ കയറിയാൽ മതി എന്നതാണ് അമ്മയുടെ ഒരു ഇത്. ഓർമ്മയിലെ ആദ്യത്തെ പ്രസംഗം എനിക്ക് അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, വളരെ എന്നാലും കുറച്ചുകൂടി വന്നിട്ട് ഓർമ്മയുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു മൊമെന്റ്, ഓക്കെ എനിക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന കേൾക്കുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ ഫീൽ ചെയ്ത് ഏത് പ്രായത്തിലായിരിക്കും? എനിക്ക് പണ്ടേ എലക്യൂഷനും സ്പീച്ചും ഇഷ്ടമല്ലായിരുന്നു. കാരണം ഇതൊക്കെ പഠിച്ചിട്ട് പോകണം. എനിക്ക് കൂടുതൽ എന്റെ ഇൻട്രസ്റ്റ് പോം റെസിറ്റേഷൻ ആയിരുന്നു. അപ്പൊ അതിലെനിക്ക് ഓർമ്മയുള്ള പോം പലരും പറഞ്ഞ്, ഈവൻ എന്റെ അമ്മ വരെ സ്കൂൾ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോമാണ് ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ ബൈ വാൾട്ട് വിറ്റ്മൻ. അപ്പൊ അത് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പോമാണ് പറയാൻ വേണ്ടി. അപ്പൊ ഞാൻ പല വേദികളിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒന്നാണത്. ശരി, ഇത്രയും വായിക്കുകയും ഇത്രയും ഭംഗിയായി സംസാരിക്കുകയും ചെയ്യുന്ന ആൾ എഴുതാറുണ്ടോ? എഴുതുമായിരുന്നു, ഇപ്പൊ എഴുതാൻ സമയം കിട്ടാറില്ല. പിന്നെ എഴുത്തിന്റെ ഒരു മേഖലയല്ല, അതുകൊണ്ട് എഴുത്തിലോട്ട് അധികം ഫോക്കസ് ഇല്ല. ഓക്കെ, കൂടുതലും പ്രസംഗത്തിലും അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിത്തത്തിലുമാണ് ഇപ്പൊ തൽക്കാലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അല്ലെ? ലൈഫിന്റെ ഒരു അടുത്തൊരു പാർട്ടായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ സ്പീച്ചിനൊക്കെ എത്ര, അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുന്നത് വരെയൊക്കെയാണ് ഈ പ്രസംഗത്തിന്റെയൊക്കെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഒരു മത്സരം എന്നുള്ള രീതിയിൽ. അതിനപ്പുറത്ത് ഈ പ്രസംഗങ്ങൾക്ക് ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഇടമുണ്ട്. അത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഭംഗിയായി ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു പോയ നേതാക്കന്മാരായിരിക്കും. അല്ലാതെ ആൾക്കാർക്കും സ്വാധീനിക്കാവുന്ന മേഖലകളായിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ ഓപ്പണായി വന്നിരിക്കുന്നു, ഒരുപാട് ടോക്സ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സാധ്യതകൾ എങ്ങനെയാണ് ശ്രേയ കാണുന്നത്? അതിലേക്കൊക്കെ തിരിയാൻ സാധ്യതയുണ്ടോ? ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ആൻഡ് കണ്ടന്റ് ക്രിയേഷനിലോട്ടൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. എങ്കിൽ പോലും എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് എല്ലാവരെയും പോലെ എനിക്കും ആഗ്രഹമുണ്ടില്ലെന്ന് ഞാൻ പറയില്ല. അത് മാത്രമല്ല വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈക്വലി നെഗറ്റീവ് ആണ്, ഒരു ഡബിൾ എഡ്ജ് സ്വാർഡ് തന്നെയാണ്, പക്ഷെ വളരെ പോസിറ്റീവ് ആണ്. കാരണം നമുക്ക് കാര്യങ്ങൾ അറിയാനും
നമ്മുടെ ഒപ്പീനിയൻസ് ആൾക്കാരെ അറിയിക്കാനും ഒരു വളരെ നല്ല പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. പക്ഷെ നമ്മളെല്ലാവരും അതിനെ വളരെ ജുഡീഷ്യസ് ആയിട്ട് വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കണം. ഈ ചോദ്യത്തിലേക്ക് എന്നെ നയിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഇന്ത്യ മുഴുവൻ കൊണ്ടാടപ്പെടുന്ന ഒരാൾ, പ്രത്യേകിച്ച് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് പ്രസംഗം എന്നുള്ളത് കൊണ്ട് ഇന്ത്യ മുഴുവൻ അത് കേട്ട ഒരു കാര്യമാണ്. അപ്പോൾ പെട്ടെന്ന് ഒരാൾ ഇനി അത് എനിക്കൊരു കരിയറായി എടുക്കാൻ പറ്റില്ലേ എന്ന് ചിന്തിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ കരിയർ മാറിപ്പോയ ആൾക്കാർ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. കരിയറിനെ പറ്റി അങ്ങനെ ഞാൻ മാറ്റി ചിന്തിച്ചിട്ടൊന്നുമില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷെ ഇതിന്റെ ഒരു ബസ് എന്ന് പറയുന്നത് അത് കുറച്ച് ദിവസവും കൂടെ ഉണ്ടാവും. അതിനപ്പുറം ആൾക്കാർ അങ്ങനെ ഓർത്തിരിക്കാനൊന്നും പോകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പേഴ്സണലി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന പോലെ എന്റെ പഠിത്തത്തിലോട്ടും കാര്യത്തിലോട്ടും തിരിച്ചു പോകും, അത്ര തന്നെ. അപ്പൊ ആൾക്കാർക്ക് ആലോചിക്കാൻ വേണ്ടി ശ്രേയയുടെ ഭാഗത്ത് നിന്ന് അടുത്തൊരു പ്രസംഗം വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമുക്കൊരു പാട്ട് കേട്ടാലോ? ഷുവർ. ഏത് പാട്ട് കേട്ടേ? പ്രജ എന്ന് പറയുന്ന സിനിമയിൽ നിന്നും അല്ലികളിൽ എന്ന് പറയുന്ന പാട്ട് കേൾക്കാം. ഓക്കെ, നല്ല ഗംഭീരമായിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ആണല്ലോ വരുന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം. ഇനി അടുത്ത ഈ പരിപാടിയിൽ ഒരു സെഗ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ സാധാരണ ഒരു ജാമ്യം എടുക്കാറുണ്ട്. കാരണം ഈ സെഗ്മെന്റിന് ഈ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് AI ആണ്. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് എനിക്കൊരു ഉത്തരവാദിത്വമില്ല. ഈ ചോദ്യങ്ങൾ AIയുടേതാണ്. ഇത് വളരെ റാപ്പിഡ് ഫയർ രീതിയിലാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, പാർലമെന്റ് സ്പീച്ച്, നെർവ്സ് ഓർ എക്സൈറ്റ്മെന്റ്? എക്സൈറ്റ്മെന്റ്. ഓക്കെ, one word to describe Parliament Hall. Wonderful. Okay, the line from your speech that's closest to your heart. यहाँ मैं राष्ट्रों की सत्ता और महत्व के बारे में नहीं सोच रहा हूँ. आम आदमी की प्रतिष्ठा और प्रगति मेरे लिए कहीं अधिक महत्व रखती है. വാജ്പേയിയുടെ വരികളാണ്. അതെ. UN പ്രസംഗത്തിൽ നിന്നാണ് വരികൾ. അതെ. യെസ്. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ യു കോൾഡ് ആഫ്റ്റർ ദ സ്പീച്ച്? അമ്മയും അച്ഛനും ആയിരിക്കും. അതെ, അമ്മയച്ഛനാണ്. ഇപ്പോഴൊരു സംശയമാണ് അല്ലേ? എ ലീഡർ യു അഡ്മയർ അപ്പാർട്ട് ഫ്രം അടൽ ബിഹാരി വാജ്പേയി? ദാറ്റ്സ് എ വെരി ടഫ് ക്വസ്റ്റ്യൻ. കുറേ ലീഡേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ സ്പീച്ച് പറഞ്ഞത് അടൽജിയെ പറ്റി തന്നെ ആയതുകൊണ്ട് അടൽജിയാണ് ഇപ്പോഴത്തെ എൻ്റെ കറന്റ് ഫേവറേറ്റ്. പക്ഷേ അതുകൊണ്ട് എനിക്കറിയാമായിരുന്നു അപ്പാർട്ട് ഫ്രം അടൽ ബിഹാരി വാജ്പേയി എന്ന് പ്രത്യേകം ചേർത്ത്. അതുകൊണ്ടാണ് ഞാനല്ല AI ആണ് കേട്ടോ. AI ഇതെല്ലാം മുന്നേറി കാണുന്നുണ്ടെന്നുള്ളത്. നൈസ്, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ശ്രേയ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോട്ട്സ് ഇൻ ഹാൻഡ് ഓർ ലൈൻസ് ബൈ ഹാർട്ട്? ലൈൻസ് ബൈ ഹാർട്ട്, പക്ഷേ സ്പീക്കിംഗ് ഫ്രം ദ ഹാർട്ട്. ഓക്കെ, ഇഫ് വാജ്പേയി ജി വെയർ ലിസ്ണിംഗ്, ഇതൊരു രസമുള്ള ചോദ്യമായിട്ട് ഇത് എനിക്ക് തോന്നിയതാണ്. ഇഫ് വാജ്പേയി വെയർ ലിസ്ണിംഗ്, ഓൺ തിങ് യു വുഡ് സേ ടു ഹിം? സർ, ഒരു ഓട്ടോഗ്രാഫ് തരാമോ? ഓ. ഇൻസ്റ്റാഗ്രാം റീൽസ് ഓർ ലോങ് കോൺവെർസേഷൻസ്? ലോങ് കോൺവെർസേഷൻസ് എനി ഡേ. എത്ര നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ചോദ്യത്തിലൊരു സംശയം ഉണ്ടാവില്ല. സ്റ്റേജ് ഫിയർ, യെസ് ഓർ നോ? യെസ്. സ്റ്റിൽ? അതെ. ഓക്കെ, അവസാനത്തെ ചോദ്യം AIയുടെ വക. ഓൺ വേർഡ് ടു ഡിസ്ക്രൈബ് യുവർ ജേർണി സോ ഫാർ? A lot of gratitude. അപ്പോൾ ഇതിങ്ങനെ വളരെ ഗംഭീരമായി സംസാരിക്കുന്ന ഒരാളുമായി നമ്മൾ ഈ ദേശീയ യുവജന ദിനത്തിൽ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. അവസാനമായിട്ട് കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തി നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാൻ തോന്നുന്നു. എൻ്റെ അച്ഛൻ്റെ പേര് സുരേഷ് എന്നാണ്. അമ്മയുടെ പേര് ജിത. എനിക്കൊരു അനിയത്തിയുണ്ട്, നേഹ എന്നാണ് പേര്. എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും ഇവിടെ തന്നെ, നാലാഞ്ചിറയാണ് എൻ്റെ സ്ഥലം. അപ്പോൾ അവരെൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ അമ്മയുടെ അമ്മയും ഇവിടെ തന്നെയാണുള്ളത്. ഇതാണ് നമ്മുടെ ചെറിയ കുടുംബം. പിന്നെ എനിക്കൊരു പൂച്ചയും കൂടെ ഉണ്ട്. ചെറിയ കുടുംബം. അതെ. പിന്നെ എനിക്കൊരു പൂച്ചയും കൂടെ ഉണ്ട്, ഓസ്കർ എന്നാണ് അവൻ്റെ പേര്. വാവ്. അപ്പോൾ തുടർന്നുള്ള ജേണികളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന പ്രസംഗം, ശ്രേയയുടെ തന്നെ മറ്റൊരു പ്രസംഗം കൊണ്ട് കൂടുതൽ വൈറലായി, കൂടുതൽ വേദികളുമായി, കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും ഞാൻ എൻ്റെ പ്രിയ ഗാനത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി. താങ്ക് യു. ലോകസഭാ സെക്രട്ടേറിയറ്റിന് കീഴിലുള്ള പാർലമെന്ററി റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത യുവ പ്രാസംഗക കുമാരി ശ്രേയ സുരേഷ് നായർ അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. നിർവഹണം മനേഷ് MP. നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.